കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. സൗണ്ട് കുറച്ച് കമ്മിയായിട്ട് ഞാൻ സംസാരിക്കുന്നത്. എത്രയൊക്കെ എവിടെയൊക്കെ തന്നെ പോയാലും നാട് തന്നെയാണ്. ഭാവിയിൽ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടെങ്കിൽ നാട്ടിൽ എവിടെയെങ്കിലും വീട് വെക്കാം എന്ന് വിചാരിക്കുന്നു. അറിയില്ല, പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട്. വേറെന്താണ്, ഞങ്ങൾ നൂർജഹാനിൽ വന്ന് പാലക്കാട് ഫുഡ് കഴിക്കാട്ടോ. സമയം എത്ര അറിയോ? 4 മണി. വേഗം കഴിക്കും മെനു. പറയൂ സംസാരിക്കൂ, പറയൂ. ആരാ വരുന്നത് പറയൂ. സ്പെഷ്യൽ ഗസ്റ്റ് ഒരാൾ വരുന്നത്. ചേച്ചിക്കുട്ടി വരുന്നുണ്ട്. മീനുമയ്ക്ക് വയ്യ. മീനുമയ്ക്ക് പനി വരുന്ന പോലെ. പറയൂ മീനു, ഇവിടെ നോക്കടാ. ഈ കുട്ടി വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കയറാനാണ്. ചേച്ചി ലാസ്റ്റ് ആ കുട്ടി പറഞ്ഞു, ഓ നിങ്ങൾ ആരും വരുന്നില്ലേ എന്ന് ചോദിച്ചു. വരൂ. ഹലോ ചെലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ എന്താ പറയാ, ഇവിടെ എത്തിയിട്ട് ഇപ്പം ഇന്നാണ് പാലക്കാട്ടിലോട്ട് പോകുന്നത്. ഇന്ന് എന്താ ഡേറ്റ്? 8-ാം തീയതി, 9-ാം തീയതിയാണ്. ഇതൊക്കെ വീഡിയോസൊക്കെ വരുമ്പോൾ മെല്ലെ വരത്തുള്ളൂ. ഇതിപ്പോൾ എടുക്കുന്നത് എന്നാണ്? മെയ് 9. ശരി, അല്ലടി, ഡേറ്റും സമയമൊന്നും ഓർമ്മയില്ല മക്കളെ, ഏതോട്ടാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് പോയിക്കൊണ്ട് നമുക്കിവിടെ അറിയുന്ന ചേട്ടന്മാർ ഫാമിലി ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ തന്നെയാണ്. അപ്പോൾ അവരുടെ വണ്ടി ഹരിയണമ്മ. സഞ്ജയനെ കാണാനില്ല. എവിടെടാ? എന്താണോ? ഓക്കെ, അവരുടെ മുന്നിലേക്ക് എത്തി നോക്കുന്നുണ്ട്. മഴ പെയ്യും. ഓക്കെ, ഇനി ഞാൻ പാലക്കാടിലോട്ടുള്ള കാഴ്ചകൾ കാണിച്ചുതരാം. എന്നെ കണ്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ട. അപ്പം നമ്മളുടെ ഇതിപ്പോൾ ഏതാ കറക്റ്റ് സ്ഥലം? പാളയറത്താൻ പോകുന്നല്ലേ? കഞ്ഞിക്കൂടെ എത്തിയോ? ഇല്ലല്ലോ. ഇത് ഏതാ കറക്റ്റ് സ്ഥലം? എന്തൊരു ഗ്രാമീണമായ സ്ഥലം. ഏത് ഞാൻ പറയില്ല, പാലക്കാട് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയും എന്ത് രസമല്ലേ കാണാൻ. എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേര് പാലക്കാടാണെങ്കിലും വലിയ കാര്യമായിട്ടല്ല. അപ്പം നമ്മൾ നിയർ ബൈ വാളയാറിൻ്റെ അടുത്തെത്താറായി അല്ലേ? എന്താ ചെയ്യണോ? അങ്ങനെ പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തെ ഈ വീഡിയോ എടുത്ത അപ്പം തൊട്ടിട്ടുള്ളത് അച്ഛനില്ലാത്ത ആദ്യത്തെ പാലക്കാട്. അത് ആലോചിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. അത്രയും. പിന്നെന്താണ്, വേറെ എന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങളുടെ മുന്നോട്ട് എത്തുമ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു കുറേ ദിവസങ്ങൾ പിടിക്കും. പെട്ടെന്ന് എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്താൽ, കാരണം ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് മെല്ലെ ഇതാവത്തുള്ളൂ. എന്തായാലും കുറേ എന്താ പറയുക, എൻ്റെ ഫേസ് കണ്ട് മതിയായ ആൾക്കാർക്ക് ഇത് ചിലർ വിചാരിക്കും ഇപ്പോൾ കണ്ട് ഇത് പാലക്കാടുള്ള ആൾക്കാർ കാണണ്ട, സ്കിപ്പ് ചെയ്തേക്കുക. അല്ലാത്ത ആൾക്കാർ കാണാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റ് ഇതാണ്. ഓക്കെ, അതാണല്ലോ വാളയാർ. നാട് എന്ന് പറഞ്ഞ നാട്ടിലോട്ട് വരുന്നത് ഒരു പ്രത്യേക ഫീലല്ലേ. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. സൗണ്ട് കുറച്ച് കമ്മിയായിട്ട് ഞാൻ സംസാരിക്കുന്നത്. എത്രയൊക്കെ എവിടെയൊക്കെ തന്നെ പോയാലും നാട് തന്നെയാണ്. ഭാവിയിൽ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടെങ്കിൽ നാട്ടിൽ എവിടെയെങ്കിലും വീട് വെക്കാം എന്ന് വിചാരിക്കുന്നു. അറിയില്ല, പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട്. വേറെന്താണ്, കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. സൗണ്ട് കുറച്ച് കമ്മിയായിട്ട് ഞാൻ സംസാരിക്കുന്നത്. എത്രയൊക്കെ എവിടെയൊക്കെ തന്നെ പോയാലും നാട് തന്നെയാണ്. ഭാവിയിൽ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടെങ്കിൽ നാട്ടിൽ എവിടെയെങ്കിലും വീട് വെക്കാം എന്ന് വിചാരിക്കുന്നു. അറിയില്ല, പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട്. വേറെന്താണ്, ചന്ദ്രൻ നഗറിന് നേരെ ആലത്തൂർ പോയിക്കൊണ്ടിരിക്കേണ്ട. ഇങ്ങോട്ട് പോകുന്നു, ആലത്തൂർ പോകുന്നത് സിംസ് വാങ്ങിക്കാൻ മാത്രമാണ്. എന്താ ഒരു കഷ്ടം. പാലക്കാട് നിന്ന് ആലത്തൂരിൽ സിംസ് വാങ്ങിക്കുന്നെങ്കിൽ ആരും ഇതാ വരുന്നത്. കാരണം അവിടെ മാത്രമേ കിട്ടത്തുള്ളൂ.
ബസ് സ്റ്റാൻഡ് വേറെ അതൊന്നും മാറ്റിയിട്ടടി എന്തോ താലൂക്ക്. ഇവിടുത്തെ ഫേമസ് ഡോക്ടർ ഉണ്ടായിരുന്നു, പേര് പറഞ്ഞു ഏതായിട്ട് വരണോ. പക്ഷെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്നതാണ്, നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ റിസ്ക് അല്ലേ. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് അവിടെ പോകാം. അങ്ങനെ ഞങ്ങൾ SNRൽ വന്നതാ സിപ്സ് വാങ്ങിക്കണം കേട്ടോ. SNR അത് ഞാൻ ഫസ്റ്റ് അവിടെ നിന്ന് എടുക്കാം. ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ ആലത്തൂർ പോയപ്പോൾ അവിടെ കട ക്ലോസ്ഡ് ആയിരുന്നു, ഓർമ്മയില്ലായിരുന്നു വെള്ളിയാഴ്ചയാണെന്ന്. പിന്നെ അവരുടെ തന്നെ ഇപ്പോൾ ചെതലി ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് ഇവരുടെ കട തന്നെ സെയിം SNRൻ്റെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ വണ്ടി പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വന്ന് വാങ്ങിച്ച് ഇവിടെയും കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തു, എന്നിട്ട് ഇതാവുക. അപ്പോൾ സിപ്സിൻ്റെ ഇതിൽ വന്നിട്ട് SNR അടിച്ചിരിക്കാൻ ഒന്നുമില്ല. ഞങ്ങളുടെയൊക്കെ കുഞ്ഞിൻ്റെ മുത്തശ്ശൻ്റെ കാലം കെട്ട് തൊട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് ഇത് അടിക്കാൻ വേറെ ഒന്നുമില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ. സാറ്റില്ല നമ്മൾ SNR വന്നു. ഇതാണ് ഹോൾ കട. എല്ലാം ചിപ്സും എല്ലാം നല്ല പാക്കേജിങ് ആണ്. നിങ്ങൾ വന്നാൽ വാങ്ങിച്ചിട്ട് പോകും. എല്ലാം നല്ലതാണ്, ഐ മീൻ ടേസ്റ്റി. ഇവിടെ ചിപ്സ് ആൻഡ് വെയിലിന് ഐസ്ക്രീം, ബ്രെഡ്, ജാമ് എല്ലാം ഉണ്ട്. ഞാൻ കുറച്ച് മെല്ലെയാണ് സംസാരിക്കും, ആരും ഒന്നും വിചാരിക്കണ്ട. ഇതാണ് പ്രിപ്പയർഡ് ഇൻ പ്യൂർ കോക്കനട്ട് ഓയിൽ. ഓക്കേ, വേണ്ട. ഇവിടെ ഹൽവ, സ്വീറ്റ്സ് എല്ലാം ഉണ്ട്. എനിക്കിത് ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റിൽ വന്ന് ബ്ലൂ ഹോട്ട് ഇടണം. ഇത് ആരിനൊക്കെ ഇത് ഇഷ്ടം ബ്ലൂ ഹോട്ട് കമൻറ്റിൽ. ചോക്ലേറ്റ് സെക്ഷൻ. സോറി ഗൈസ്, ഇത് പേടയാണ് ഇത്ര, ഞാൻ അറിയാണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ തേന് മുട്ടായി ബിസ്ക്കറ്റ്സ്, സ്നാക്സ് ഞാൻ പോയിട്ട് വാങ്ങട്ടെ. പപ്പടം അപ്പം ഞാൻ ഡെയിലി മിൽക്കാണ് എടുക്കുന്നത്. ഡെയിലി ഡേറ്റ്സ് എല്ലാം ഉണ്ട്. ഇവിടെ ബാദാം,
ബിസ്ക്കറ്റ്, കോക്കനട്ട് ബിസ്ക്കറ്റ്, ഇതെന്തെന്നറിയില്ല, ചോക്ലേറ്റ് ഒക്കെ ബിസ്ക്കറ്റ്സ്. ഇത് നന്നായി, ഇതും ബിസ്ക്കറ്റാണ്. കേക്ക് നിറയുണ്ട്. ഇതാണ് SNR. നേരെ തിരിച്ച് ഇനിയിപ്പോൾ നമ്മൾ നേരെ ചന്ദ്രനഗർ എത്തിയിട്ട് ചന്ദ്രനഗർ നൂർജഹാനോ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ എൻ്റെ ഫാൻസുകാർ പറഞ്ഞു ഇവിടെ ഫ്ലെക്സ് ഒക്കെ വെക്കണം. ഞാനും നോക്കി നോക്കി തിരിഞ്ഞ് ചുറ്റും നോക്കണം, ഒരു ഫ്ലെക്സും കാണുന്നില്ല. ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. കേട്ടോ, ഇതെടുത്തോടി ഇവിടുന്ന് കാണാനില്ല. ചന്ദ്രനഗർ നമ്മൾ നൂർജഹാനിലേക്കാ പോകണം കേട്ടോ. ഫുഡ് കിട്ടുമെന്നൊന്നും അറിയില്ല, സമയമായി. ഞങ്ങൾ നൂർജഹാനിൽ വന്ന് പാലക്കാട് ഫുഡ് കഴിക്കാട്ടോ. സമയം എത്ര അറിയോ? 4 മണി. വേഗം കഴിക്കും മീനു. ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, ഒരാളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ആളെ ഞാൻ കാണിച്ചു വിടാം. മൂവായിട്ട് ആൾ വരും. ഈ ട്രെയിനിൽ മൂവായിട്ട് അടുത്ത ട്രെയിനിൽ വരുന്നതായിരിക്കും. ആൾ വരുന്നതായിരിക്കും. ആരാണ്? നമ്മളെല്ലാവരും ഒന്നിനും ശരി. ഓക്കെ, ആ പറയൂ സംസാരിക്കൂ, പറയൂ. ആരാ വരുന്ന പറയൂ. സ്പെഷ്യൽ ഗസ്റ്റ് ഒരാൾ വരുന്നത്. സ്പെഷ്യൽ ഗസ്റ്റ് അല്ല, എല്ലാം ചേച്ചിക്കുട്ടി വരുന്നത്. മീനുമയ്ക്ക് വയ്യ, മീനുമയ്ക്ക് പനി വരുന്ന പോലെ. പറയൂ മീനു, ഇവിടെ നോക്കടാ. ഈ കുട്ടി വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കയറാനാണ്. ചേച്ചി ലാസ്റ്റ് ആ കുട്ടി പറഞ്ഞു, ഓ നിങ്ങളാരും വരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ആ വരൂ. ചേച്ചിയുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. കാണുന്നില്ല അല്ലേ? കണ്ണ് വെച്ചിട്ടീങ്ക പോങ്ക, നീங்க കണ്ണ് വെച്ചിട്ടീങ്ക. വലിയ ചാനലല്ല, ചെറിയ ചാനലാണ് കുട്ടി. അതിപ്പതാ ചേച്ചിയുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. ട്രെയിൻ വന്ന് ഐലാൻഡ് എക്സ്പ്രസ്. ആ ചേച്ചി ഇവിടെ ഉണ്ട്, വന്നോളൂ. ആ പറയൂ ചേച്ചി വന്നു. ട്രെയിൻ മുഖം എടുക്കാലോ, കുഴപ്പമില്ലല്ലോ. ശരി ചേച്ചി, ഹായ്. ബ്ലഡർ ചെയ്യാം. ഇതാ അങ്ങനെ ചേച്ചിക്കുട്ടി അപ്പൂസിനെയും കണ്ടുമുട്ടിയിരിക്കുന്നു കോയമ്പത്തൂർ ജംഗ്ഷനിൽ വെച്ചിട്ട്. ചേച്ചി കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഓടി വന്നാണ്. അതെ, ഇത്രയും നല്ല സ്നേഹമുള്ള ചേച്ചിക്കുട്ടിനെ മിസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടില്ലെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഇവിടെ വെച്ച് കണ്ടിട്ട് അടുത്തത് അവിടെ വെച്ചിട്ട്. രേണു കരയണോ? ഇമോഷണൽ. എന്താ വെറുതെ പറഞ്ഞാണ് രേണു കരഞ്ഞു ചേച്ചി. അങ്ങനെ ഞങ്ങൾ മിനി ചേച്ചിയാണ് വന്നിരിക്കുന്നത്. അപ്പൂസുണ്ട്. ബൈ ബൈ, സീ യു. നിയാമോളത്ത് പറയൂ. ഓക്കെ ബൈ. നോക്കിട്ട് മിസ് യു ലവ് യു. അപ്പൊ ചേച്ചി വന്ന ട്രെയിൻ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂർ പോണു കേട്ടോ. അത് എവിടെന്നാ പോണ? തിരുവനന്തപുരത്തുനിന്നാ. കന്യാകുമാരി ടു ബാംഗ്ലൂരാണ്. ഞങ്ങള് ചേച്ചി കണ്ട് തിരിച്ചു പോണ്. അതെ, ഇമോഷണലി ടച്ചായോ? അതെ, ട്രെയിനിലാണ് കേട്ടോ ചേച്ചി പോകുന്നത്. ചേച്ചിയുടെ മോനുണ്ട്. അപ്പൊ സമയത്ര 11:30 ആയില്ലേ?
11. 11:21. പറയൂ, എന്നിട്ട് ഇനി എന്താ പരിപാടി? വേണ്ട, അങ്ങോട്ട് പോകും. അതെ, ഇത് വന്നിട്ട് എന്താ പറയാ, നമ്മള് പ്രതീക്ഷിക്കാത്തൊരു കണ്ടുമുട്ടലായിരുന്നു ഇല്ലേ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെ, അതാണ് കണ്ട. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ. ഇത് ചേച്ചിക്കുള്ള ടാറ്റയാണ് കേട്ടോ. ചേച്ചി ട്രെയിനിന്റെ ലാസ്റ്റാണ്. ചേച്ചിക്ക് ടാറ്റ. എന്താ ചെയ്യാ? ടിക്കറ്റ് കൺഫേം ആവണ്ടേ? അതെ, ജനറൽ കമ്പാർട്ട്മെന്റിലെ സ്ഥലമൊക്കെ ഇരിക്കാനേ പറ്റില്ല, കിടക്കാനും പറ്റില്ല. അഡ്ജസ്റ്റ് ചെയ്ത് പോവൻ. അവിടെ ചോദിച്ചാ കോയമ്പത്തൂർ ജംഗ്ഷൻ കാണുന്നുണ്ട്. അതിൽ ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാണുന്നില്ല. കോയമ്പത്തൂർ ജംഗ്ഷനിൽ വന്ന് ഇതാ പോകുന്നു. ചേച്ചിക്കുട്ടിയെ കണ്ടു, പോകുന്നു. മിസ് യു ചേച്ചിക്കുട്ടി. കോയമ്പത്തൂർ.